ഹൈ റേഞ്ചുകാരുടെ എനർജി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് കട്ടൻ കാപ്പിനെ വിളിക്കാം അല്ലേ. ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി താമസിച്ചെന്ന് പറഞ്ഞാലും രാവിലെ നല്ല ചൂടൻ കട്ടൻ കാപ്പി അത് കുടിച്ചാൽ കിട്ടുന്ന സുഖമൊന്നും ഒരു ടിം ഹോർട്ടൺസിനോ അല്ലെ സ്റ്റാർബക്സിനോ ഒന്നും തരാൻ പറ്റത്തില്ല. എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇത്. ഇന്നലത്തെ ദിവസം മടി പിടിച്ചിരുന്നത് കൊണ്ട് തന്നെ രാത്രി തീരുമാനം എടുത്തിരുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുമെന്ന്. ആ ഒരു ത്വര ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റു. പിന്നെ ഇന്നലെ ദോശയായിരുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ല. എന്നാന്ന് വെച്ചാല് നമ്മൾ അവനെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് നേരെ മസാല ദോശയാക്കുന്നു. എന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു 100 ഇരട്ടി കഷ്ടപ്പാടാണ് നാളെ എന്തുണ്ടാക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്ന അടുക്കളയിലൊക്കെ പെരുമാറുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. അങ്ങനെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ വീഡിയോയൊക്കെ എടുക്കുമല്ലേ, ഒരു മുട്ടയും കൂടി അങ്ങ് പൊരിക്കാല്ലേ. അതിനിടയിലാണ് ഇന്നലെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ കണ്ടിപ്പെട്ടത്. എല്ലാം നല്ല ക്യൂട്ടല്ലേ. അതൊക്കെ സെറ്റാക്കി അങ്ങ് മാറ്റി വെച്ചിട്ട് നല്ല ചൂട് മസാല ദോശ അങ്ങോട്ട് ഉണ്ടാക്കി. പിന്നെ വലിയ ദോശക്കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം മുഴുപ്പൊക്കെ ആക്കിയെടുത്തു. കണ്ടിട്ട് ഏകദേശം ഒരു മസാല ദോശ എന്നൊക്കെ പറയാല്ലേ. എന്നാന്ന് പറഞ്ഞാലും ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഈ മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. അങ്ങനെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന്റെ ഗമയെല്ലാം ഇന്ന് മുഴുവനും ഉണ്ടായിരുന്നു കേട്ടോ.